അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് ഒരു സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട് 1, 4, 7 എക്സെട്ര. ഫൈൻഡ് 13th ടേം ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ അതിന് പേര് കൊടുക്കുക. x1, s2, x3 എക്സെട്ര. ആദ്യം നമ്മൾ 13th ടേം എന്താന്ന് എഴുതണം. x30 എന്ന് പറയുന്നത് നമ്മൾ xnന്റെ ഫോർമുല വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? f പ്ലസ് ഇവിടെ 30 ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 29 d ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ എഫ് എന്ന് പറയുന്ന ഏതാ മക്കളെ? ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എഴുതി. ഇനി ഡി എന്ന് പറഞ്ഞാൽ എത്രയാ? ഡി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ s2 മൈനസ് x1 ആയിരിക്കും. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കണം. ദാറ്റ് ഈസ് 4 മൈനസ് 1 വരും. സെക്കൻഡ് ടേം 4, ഫസ്റ്റ് ടേം 1, 4 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 വരും. ഇനി നമ്മൾ ഈ ഇക്വേഷനിലേക്ക് നേരെ ഞാൻ കൊടുത്താൽ മതി. therefore x30 എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയേക്കണം 1, അങ്ങനെ തന്നെ എഴുതി. ഈ 29 നമ്മൾ അങ്ങനെ തന്നെ എഴുതുക. ഡി എന്ന് പറഞ്ഞാൽ 3. ഇത് ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോകരുത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ 29 ഒന്നും കൂടെ കൂട്ടി എഴുതി വെക്കും. അപ്പൊ 29 ഇൻറ്റു 3 എഴുതിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 29 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 87 വരും. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 88 ആയിരിക്കും നമ്മുടെ 13th ടേം എന്ന് പറയുന്നത്.